കൊടുത്തു, സ്ത്രീകളാക്കി, ത്രിമൂർത്തികൾക്ക് വേണ്ട ഉപദേശങ്ങളെ കൊടുത്തു, ദർശനം കൊടുത്തു. ഇതൊക്കെയാണ് ഇനി വായിക്കാൻ പോണത് അല്ലേ. ഇതാണ് ഇനി ഏറ്റവും ഒടുക്കത്തെ ദിവസം നമ്മൾ സമർപ്പിക്കുന്നത്. മണിദ്വീപ വർണ്ണന എത്ര അധ്യായങ്ങളെ കൊണ്ട് ഏത് സ്കന്ധത്തിൽ എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? 12ാമത്തെ സ്കന്ധത്തിൽ 10, 11, 12, 3 അധ്യായങ്ങളെ കൊണ്ട് 100, 110, 73 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കും. അവിടേക്ക് എത്താനാണ് ആദ്യത്തെ ദിവസം. ഇത്രയും പറഞ്ഞ് മുഴുവൻ ആമുഖമാണ് അല്ലേ. ഇനി ഈ ആമുഖത്തിൽ ജനമേജയൻ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് ആദ്യം ഈ സ്കന്ധം തുടങ്ങുന്ന സമയത്ത് 1ാമത്തെ അധ്യായത്തിൽ കാണും. അമ്മയെ പറ്റി പറയൂ. ഭാഗവതം ബ്രൂത, ഭാഗവതം ബ്രൂത കേട്ടിട്ടുണ്ടോ അല്ലേ? ഭാഗവതം പറയൂ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ഭഗവത് സംബന്ധിയായത് പറയൂ. ഭഗവത് സംബന്ധിയായത് ഏതൊക്കെയാ? ഭക്തന്മാര് ഭഗവത് സംബന്ധിയാണ് അല്ലേ. ഭഗവാന്റെ ലീലകള് ഭഗവത് സംബന്ധിയാണ്. ഭഗവാന്റെ ധാമം, ഭഗവാന്റെ ധാമം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം അല്ലേ. വൈകുണ്ഠായാലും വേണ്ടില്ല, ഗോലോകായാലും വേണ്ടില്ല, കൈലാസായാലും വേണ്ടില്ല, മണിദ്വീപായാലും അതുതന്നെയാണ്. ഭഗവാന്റെ പേരുകള് അല്ലേ, നാമം. എത്ര പേരുണ്ട്? സഹസ്ര 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 അല്ലേ. എത്ര സഹസ്ര പറയാൻ പറ്റില്ല, അത്രയും സഹസ്രനാമങ്ങളുണ്ട്. ദേവിക്ക് തന്നെ എത്ര സഹസ്രനാമുണ്ട് അല്ലേ. ദേവി ഭാഗവത സഹസ്രനാമം ഏതാ? ഗായത്രി സഹസ്രനാമം. നമ്മൾ ചെല്ലാറേതാ? ലളിതാ സഹസ്രനാമം. നമ്മൾ വിഷ്ണു സഹസ്രനാമം ചെല്ലിയാൽ മതി എന്നാണ് മഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? ഇല്ല അല്ലേ. വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ട് ദേവി ഭാഗവതം പാരായണം ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഗോവിന്ദ എന്ന് പറയുമ്പോൾ തിരുത്തിയിട്ട് ദേവി ശ്രീ മഹാദേവി എന്ന് പറയുന്നവരാണ് നമ്മൾ അല്ലേ. ആഴ്ച നോക്കിയിട്ട് സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം, അങ്ങനെയൊക്കെ നോക്കണവരാ നമ്മളെ. അപ്പം ഈ വ്യത്യാസമില്ല എന്ന് പഠിക്കാനാണ് പുരാണൈഹി ഭ്രമാവഹൈഹി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പുരാണത്തിലേക്ക് എത്തിക്കണം. അമ്മയെ പറയൂ എന്ന് ജനമേജയൻ ഇത് പറയുന്ന സമയത്ത് സൂതനെ കൊണ്ടാണുള്ളത് ആദ്യം പറയുക അല്ലേ. ഇപ്പം സൂതൻ പറയണ എന്താ? ഏത് ദേവനെടുത്താലും അതുതന്നെയാണ് ബ്രഹ്മം. ഇവിടുത്തെ ബ്രഹ്മം ഏതാ? ഈ ഭദ്രകാളിയായിട്ടാണ് ഇവിടുത്തെ ബ്രഹ്മം അല്ലേ. ഇപ്പോൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയാൽ ശിവനാണെച്ചാൽ അവിടെ ശിവനാണ് ബ്രഹ്മം. അതിൻ്റെ അർത്ഥം വിഷ്ണുവിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ വിഷ്ണുവാണ് ബ്രഹ്മം. ഇത്ര വ്യത്യാസമുള്ളൂ. നമുക്കെന്ത് തോന്നുന്നില്ല? ആ വ്യത്യാസത്തെ വ്യത്യാസമല്ലാതെ കണ്ട് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഭയം തീർക്കാൻ ഏറ്റവും കൂടുതൽ ഏത് ദേവതയാണ് സാധാരണ നമ്മൾ ചിന്തിക്കാറും? അറിയില്ലേ? നരസിംഹമൂർത്തിയാണ് പേടി തീരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അത് ഹനുമാനെ അല്ലേ വാലോണ്ട് തട്ടിമുട്ടി ഉണർത്തണേ പറയാറുണ്ട് നമ്മൾ അല്ലേ. ഭദ്രകാളിയായാലും അതുതന്നെയാണ്. മഹാദേവന്റെ രൗദ്രരൂപങ്ങളുണ്ട് അല്ലേ. വീരഭദ്രനായാലും ഭഗവാന്റെ മഹാദേവന്റെ രൗദ്രരൂപങ്ങൾ പലതുമുണ്ട്. സംഹാരകാരകനാണ്. അപ്പോൾ അത് പേടി തീരാൻ വേണ്ടിയിട്ട് രൗദ്രഭാവത്തിലും ഏറ്റവും സൗമ്യമായിട്ടുള്ള ഭാവത്തിലും അതേ രൂപം തന്നെ. പ്രഹ്ലാദന്റെ സ്തുതി അതാണ്. അങ്ങ് ഇപ്പോൾ ഏത് വേഷത്തിൽ വന്നാലും എനിക്ക് വിഷയമില്ല എന്ന് പറയാനുള്ള കാരണം ഇത് ഒന്നാണ് എന്ന്. ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ സൃഷ്ടി രഹസ്യങ്ങളെക്കുറിച്ച് പറയണം. എല്ലാ പുരാണങ്ങളും ആദ്യം എന്താ ചെയ്യുക? സൃഷ്ടി രഹസ്യങ്ങളെക്കുറിച്ചാണ് പറയുക അല്ലേ. നമ്മളെങ്ങനെയുണ്ടായി, അതേപോലെ എന്തുകൊണ്ട് ഈ നാനാത്വം വന്നു, ആണും പെണ്ണും വ്യത്യാസം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പലതും വ്യത്യാസം അല്ലേ. സ്വഭാവങ്ങളുടെ വ്യത്യാസം, ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ തമ്മിൽ വ്യത്യാസം. ഈ ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ തന്നെയല്ലേ 4 തരത്തിൽപ്പെട്ടതായിട്ടുള്ള സൃഷ്ടി പ്രകടനത്തിൽ വന്നത്? സ്വേദജ, ഉദ്ഭിജ, അണ്ടജ, ജരായുജ. കേട്ടിട്ടില്ലേ? 4 തരത്തിൽപ്പെട്ട ജീവജാലങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഏതൊക്കെയാ? ഒന്ന് സ്വേദജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർപ്പിൽ നിന്നുണ്ടായത്, ഭൂമിയുടെ വിയർപ്പിൽ നിന്നുണ്ടായിട്ട് ചെതൽ. ഇതൊക്കെ ഭൂമിയുടെ വിയർപ്പാണ്. നമ്മുടെ തലയിൽ, എൻ്റെ തലയിൽ ഉണ്ടാവില്ല, അതൊക്കെ വിയർപ്പിൽ നിന്നുണ്ടായതാണ്. അതേപോലെ അണ്ടജം, പല്ലി, പാമ്പ്, കോഴി, അല്ലെങ്കിൽ പക്ഷിവർഗ്ഗങ്ങൾ അല്ലേ, പക്ഷി, പാമ്പ് തുടങ്ങി. പിന്നെ ഇഴവർഗ്ഗങ്ങൾ. അതേപോലെ ഉദ്ഭിജം, മുള പൊട്ടിയിട്ടുണ്ടാവണം. അതിപ്പോൾ വിത്ത് മുളച്ചിട്ടായാലും ശരി, സസ്യജാലങ്ങൾ മുളച്ചിട്ടായാലും ശരി. ഉദ്ഭിജം എന്നത്
സസ്യജാലങ്ങളുടെയാണ്. ഇനി ജരായുജം, സസ്തനികൾ. നമ്മളൊക്കെ സസ്തനികളാണ്. ജരായുജം എന്നുള്ളത് ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ്, ഇതാണ് മറ്റേ ലീക്കായ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല, അതാണ് ആ കവറിങ് ആണ് ആ ജരായുജം. അത് പക്ഷിമൃഗാദികൾക്ക് പുറമേക്ക്, പക്ഷികൾക്ക് അത് പുറമേക്ക് വന്നിട്ട് അണ്ടം എന്ന രീതിയിൽ പുറത്തോട് കുറച്ച് കട്ടിയുണ്ട്, അത്രയും വ്യത്യാസം. നമുക്ക് അതില്ല, അത്രയാണ്. ഇങ്ങനെ 4 തരത്തിൽപ്പെട്ടതായിട്ടുള്ള സൃഷ്ടി. ഈ 4 തരത്തിൽപ്പെട്ട സൃഷ്ടികൾ 3 തരത്തിൽ ആഹാരത്തെ സ്വീകരിക്കുന്നു. നമ്മളെ പറഞ്ഞന്മാരൊക്കെ എങ്ങനെയാണ്? ഒരേപോലെയാണ് സ്വീകരിക്കണം അല്ലേ? മുകളിൽ നിന്ന് താഴേക്ക് സ്വീകരിക്കുന്നു. പശു, ആനകളൊക്കെ എങ്ങനെയാ വെച്ചാൽ സമാന്തരമായിട്ട്, ഭൂമിക്ക് സമാന്തരമായിട്ട് ആഹാരത്തെ സ്വീകരിക്കുന്നു. സസ്യജാലങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് സ്വീകരിക്കുന്നു. ഇനി അതേപോലെ തന്നെ ജീവജാലങ്ങൾ വസിക്കുന്നത്, പക്ഷികളാണെന്ന് വെച്ചാൽ ആകാശത്ത്, നമ്മൾ ഭൂമിയിൽ, ജലജീവികൾ ജലത്തിനുള്ളത്. അപ്പോൾ അതിൽ ഉഭയങ്ങളും ഉണ്ടാവാം ഇല്ലേ? ആമ, തവള, അതൊക്കെ ഉഭയങ്ങളാണ്. പാറ്റാട, ഇതൊക്കെ ഉഭയമാണ്. പാറ്റാട എന്ന് പറഞ്ഞാൽ പക്ഷിയല്ല, തിരക്കുമല്ല, അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ്. എന്നാലും ശരി, തിരക്ക് തന്നെയാണ്. ഏതായാലും വാസം കൊണ്ട് ഇങ്ങനെ 3 ഉഭയവും. അതേപോലെ 3 ഗുണങ്ങളോട് കൂടിയിട്ട് ഈ നാനാത്വം ഭഗവാൻ സൃഷ്ടിച്ചു. നമുക്കൊക്കെ 3 സ്വഭാവം ഉണ്ടല്ലേ? ശുണ്ഠി, തമോ ഗുണം, അതേപോലെ സ്വാർത്ഥം. സ്വാർത്ഥമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ, എൻ്റെ, മമ അല്ലേ? അഹം മമ, ഞാൻ, എനിക്ക്, എന്നിൽ നിന്ന്, എന്നോട്, പലതുണ്ട്. ഏതായാലും 7 തരത്തിൽപ്പെട്ടതുണ്ടാവും. അത് സ്വാർത്ഥമാണ്. പിന്നെ ഉള്ളത് നന്മ. അത് എല്ലാവർക്കും ഹിതമായിട്ട് വരട്ടെ എന്ന് നന്മ. അപ്പം നന്മ, സ്വാർത്ഥം, തിന്മ, 3 ഭാവങ്ങളാണ് സത്വരജസ്തമോ ഗുണങ്ങൾ. ശാന്തം, ഘോരം, 3 ശാന്തം, ഘോരം, ഒന്നുകൂടി ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ് എഴുതി വെച്ച് വായിക്കണത്. അറിയാനിട്ടല്ല കേട്ടോ, ധാരാളം പറയാറുണ്ട്. എന്തായാലും അതാണ് 3. അതേപോലെ തന്നെ നമ്മളെ ബാധിക്കുന്നതാണ് 3 ആദികൾ. ഭാഗവതത്തിൽ ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് 3 ആദികളാണ് അല്ലേ? ഏതൊക്കെയാ? ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. അവനവൻ ചെയ്യുന്ന കുരുത്തക്കേടുകൾ ദുഃഖമായിട്ട് വരുന്നതാണ് ആധ്യാത്മികം. ഈ ജന്മത്തിൽ ചെയ്തതല്ല, പൂർവ്വജന്മങ്ങളിൽ ചെയ്തതാണ്. ഭാഗവതന്മാർ ഈ ജന്മത്തിൽ വലിയ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്തവർക്ക് ഇങ്ങനെ വന്നിട്ട് ഇരിക്കാൻ സാധിക്കില്ല. കുറേ തെറ്റും ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അത് ക്ഷമിക്കത്തക്കതായിരിക്കും എന്നതാണ്. ആ സീറ്റിൽ നിന്ന് ഈ സീറ്റിലേക്ക് കയറി ഇരുന്നാൽ, നിങ്ങളൊക്കെ ഈ സീറ്റിൽ തന്നെ ആയിരിക്കും, അവിടെ കസേരയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കുറച്ചും കൂടി ഉയർന്ന സ്ഥാനമായി. ഇനി 3 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ ആദികളിൽ ഏറ്റവും പ്രധാനമാണ് ഞാൻ തന്നെ ചെയ്തതായിട്ടുള്ള എനിക്ക് വിപരീതമായിട്ട് വരാവുന്ന ആദി അല്ലേ? തെറ്റുകുറ്റങ്ങൾ, അതിനെ മറികടക്കണം. 1. ഇപ്പോൾ ആധ്യാത്മികം. ഇനി ആദി ഭൗതികങ്ങൾ. ഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ നിന്ന് അഗ്നി, ജലം, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, അതൊക്കെ അതിൽ പെട്ടതാണ്. ഇടിമിന്നൽ ഒക്കെ അതിൽ പെട്ടതാണ് ഭൗതികം. ചിലർ മറ്റു വ്യാഖ്യാനിക്കാറുണ്ട് അത് ഈശ്വരൻ്റെ സാരില്ല. 3ാമത്തേതാണ് ഈ ആദി ദൈവികം. അത് ചിലപ്പോൾ ചില തുള്ളിപ്പറയുക അങ്ങനെയൊക്കെ ചില കേട്ടില്ലേ? നമ്മൾ ചോട്ടാനിക്കരയൊക്കെ പോയി കഴിഞ്ഞാൽ ആണിടിക്കുകയൊക്കെ ചെയ്യും ഇല്ലേ? കണ്ടിട്ടില്ലേ? അതൊക്കെ ആദി ദൈവികമാണ്. നമ്മെ ജീവനെ ബാധിച്ചത് നാം അറിയാതെ കണ്ട നമ്മുടേതാ ആ ഒരു അമാനുഷിക ശക്തിയോട് കൂടിയിട്ട് പലതും നമ്മൾ ചെയ്യിക്കുക, ചെയ്യാതിരിക്കുക, അതേപോലെ ബുദ്ധിയില്ലായ്മ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ടാക്കുക. കണ്ണ് തുറന്ന് ചെവി തുറന്നാൽ പലതും കിട്ടും. ഏതായാലും അത് ആദി ദൈവികമാണ്. ഇങ്ങനെ ആദി ദൈവികം, ആദി ഭൗതികം, ആദി ആത്മികം പോലെ തന്നെയാണ് താപത്രയങ്ങൾ ശോക, ദുഃഖ, ഭയമായിട്ട് നമ്മൾ പിടികൂടും. എങ്ങനെയൊക്കെ പിടികൂടും? ശോകമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അറിയില്ല. ദുഃഖമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഭയമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ലേ? എന്താ ശോകം? പൂർവ്വജന്മങ്ങൾ ചെയ്തതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ശോകം എന്ന് പറയും. ഈ ജന്മത്തിൽ ചെയ്തതായിട്ട് അനുഭവിക്കുന്ന ദുഃഖങ്ങളെ അതിനാണ് ദുഃഖം എന്ന് പറയും. അടുത്ത നിമിഷം തൊട്ടിട്ട് എന്താ സംഭവിക്കാമെന്ന് അറിയാത്ത ദുഃഖത്തെയാണ് ഭയം എന്ന് പറയും. ഇതാണ് ശോക, ദുഃഖ,
ഭയങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് തീരണം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ശരീരം ആയിട്ട് ഈ ജീവൻ ബന്ധപ്പെടാനുള്ള കാരണമെന്ത്? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സപ്തധാതു നിർമ്മിതം അല്ലേ? ചർമ്മ മാംസ രുധിര മേധോ മജ്ജ അസ്ഥി ധാതവ അല്ലേ? 7 ധാതുക്കൾ. ഈ 7 ധാതുക്കൾ പൊതിഞ്ഞൊക്കെ കെട്ടി നല്ല സുന്ദരാന്നൊക്കെയാണ് വെച്ചിറക്കണത്. മുഴുവൻ എന്താണ്? മലം ആണ്. ഒന്നും നന്നല്ല. 9 തുളകളിലൂടെയും പുറത്തേക്ക് വരുന്നത്, രോമകൂപത്തിലൂടെ പുറത്തേക്ക് വരുന്നത് മുഴുവൻ മലമാണ്. അറപ്പോടും വെറുപ്പോടും കൂടി മാത്രം അല്ലേ? ഇപ്പം എത്രയേ ഇനി അതൊന്നും അല്ലാണ്ടേ ഉണ്ട്. മൈക്രോസ്കോപ്പൊക്കെ വെച്ചിട്ട് നമ്മളെ ശരീരത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂതപ്രേതങ്ങളെയൊക്കെ കാണും. അത്ര വികൃതമായിട്ടുള്ള പ്രാണിവർഗങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? കുട്ടികളായാലും ആലിംഗനം ചെയ്യുന്നു, ഉമ്മ വയ്ക്കണം അല്ലേ? ദമ്പതികളായാലും. പക്ഷെ നമുക്ക് എന്താ അറിയണില്ല? ഈ ദോഷത്തെ അറിയുന്നില്ല. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതല്ലാതെ കണ്ട് ഈ പ്രകൃതിയിൽ വല്ലതും ഉണ്ടോ? കസേരയായാലും ഈ ജീവനുള്ള ഈ ശരീരമായാലും ചൈതന്യവത്തായിട്ടുള്ള ആ പാറയായാലും അല്ലെങ്കിൽ ആ ലോഹമായാലും അല്ലേ? രണ്ടും ഉണ്ടാവും. എല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഓരോന്നിൻ്റെയും വ്യത്യസ്തത എത്ര വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഓരോ വസ്തുവിലും ആ ഏറ്റവും നെഗറ്റീവും ഏറ്റവും പോസിറ്റീവും നമ്മൾ കാണും. നമ്മിൽ തന്നെ ഈ വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ സ്ഥാനം വ്യത്യാസം വന്നില്ലേ? സ്ഥലം കുലം മുഖന്യായം എന്നൊക്കെ അല്ലേ? അത് പ്രവൃത്തിയിലാണ് വെച്ചാൽ ഈ സ്ഥാനങ്ങൾ വ്യത്യാസം. എല്ലാ മരങ്ങളും എല്ലാ സ്ഥലത്തും നിൽക്കുമ്പോൾ ഒരേപോലെയാണോ നമ്മൾ കണക്കാക്കാറും? അല്ല. ചില ഒരു മരത്തിൻ്റെ താഴെ ഒരു ശൂലൊക്കെ വെച്ചിട്ട് അവിടെ നേദ്യം കൊടുക്കാച്ചാൽ ആ മരത്തിന് എന്തായി? പ്രത്യേക പദവിയായി അല്ലേ? അങ്ങനെ ഓരോന്നും എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം വരുന്നു? അപ്പോൾ വ്യാസൻ ഈ ജനമേജയൻ്റെ ചോദ്യങ്ങൾക്ക് സ്വയമേവ ഉത്തരം പറയാൻ ഞാൻ അശക്തനാണ്, എന്നോട് നാരദൻ പറഞ്ഞതിനെ പറ്റി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. നമ്മളാച്ചാൽ എന്താ പറയുക? ഞാൻ പറഞ്ഞുതരാം അല്ലേ? പുസ്തകമൊക്കെ നോക്കി തപ്പിപ്പിടിച്ച് പകുതി ഓർമ്മ കിട്ടില്ലേ? അങ്ങനെ ശമ്യാപ്രാസത്തിലിരുന്നു കൊണ്ട് വിഷാദിച്ചു കൊണ്ടിരിക്കുന്ന ആ മനസ്സിന് സുഖമില്ലാത്ത വ്യാസൻ. നമ്മളൊക്കെ മനസ്സിന് സുഖമില്ലാത്തവരാണ്. എല്ലായ്പ്പോഴും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും സുഖമില്ലാത്തവരാണ്. നമുക്ക് ഏത് പുരാണം എടുത്താലും, ഇപ്പോൾ ഭഗവത്ഗീത എടുത്തുന്നില്ല, അത് സംസ്കൃതം വായിക്കുമ്പോൾ മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വ്യാഖ്യാനം വാച്യാർത്ഥം മാത്രം വായിച്ചുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല. ഞാൻ അതിൻ്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ വാച്യാർത്ഥമല്ല, ഇതിൻ്റെ തന്തു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണോ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അത് എനിക്ക് പറയാൻ അറിയില്ല എന്നാണ് വ്യാസൻ പറഞ്ഞത്. അല്ലാതെ വ്യാസൻ ഇത് അറിയാഞ്ഞിട്ടല്ല അല്ലേ? വ്യത്യാസം നമ്മളും വ്യാസനും തമ്മിലുള്ള വ്യത്യാസം അതാ. അതിൻ്റെ ആന്തരാർത്ഥത്തെ എനിക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല. എന്താ ഭാഗവതത്തിൻ്റെ പ്രത്യേകത? ഈ ഭാഗവതമല്ല, ഈ ഭാഗവതത്തിന് അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭാഗവതം സമാധി ഭാഷയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൻ്റെ സമാധി ഭാഷയുടെ പ്രത്യേകത എന്താ? നാരദൻ ഈ കഥകൾ പറഞ്ഞു കൊടുത്തപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വ്യാസൻ തൻ്റെ ഈശ്വരഭാവത്തിലേക്ക് തൻ്റെ ഈ മനസ്സിനെ, ജീവനെ ഒന്ന് താദാത്മ്യം എന്നുള്ള സമാധിയിലേക്ക് കൊണ്ടെത്തിച്ചു. അതാണ് സമാധി, തുല്യത അല്ലെ? ഈശ്വരനും ഞാനും തുല്യനാണ്. അപ്പോൾ ആ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് അതേപടി എഴുതി. അതിലെ ഒരു അക്ഷരം പോലും മാറ്റിവെക്കാനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ അധികാരമില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഭാഗവതം വായിക്കരുതെന്ന് പറഞ്ഞു. നിന്നോടെല്ലാം കേട്ട് കാര്യമില്ല കേട്ടോ, എനിക്കും അധികാരമില്ല. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? നമ്മൾ ചുക്കുമ്പോൾ അഗതി പലിയാണ് സംസ്കൃതം വായിക്കുമ്പോൾ വായിക്കുക. അതാണ് അല്ലേ? ഭീഷ്മസ്തുതി, പഞ്ചമസ്കന്ധം, പ്രഹ്ലാദസ്തുതി ഒക്കെ വായിക്കുമ്പോൾ ഞാൻ ചുക്കുമ്പോൾ അഗതി പലി കേൾക്കാറുണ്ട്. ഇല്ല അല്ലേ? എന്താ കഥ? ഞങ്ങളങ്ങനെ ഇല്ല. അതെ, ഹരേ കൃഷ്ണ. നാം അറിയാതെ കണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആന്തരാർത്ഥങ്ങൾ ധാരാളമായിട്ട് കിടക്കുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുന്നു. കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് കൂട്ടിച്ചേർത്ത് തന്നെ വായിക്കണം. ഭാഗവതം വായിക്കുമ്പോൾ മുറിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മൾ ദശമസ്കന്ധത്തിലെ തൃതീയാധ്യായത്തിൽ 10 ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇടയ്ക്ക് മുറിക്കണോ മുറിക്കണ്ടേ അല്ലേ സംശയാക്കാറുണ്ട്.
എന്നാൽ കുറച്ച് അപ്പുറത്തും പറിക്കാം, കുറച്ച് ഇപ്പുറത്തും പറിക്കാം, അത് പാടില്ല. വളരെ പ്രശ്നമാണ്. തമത്ഭുതം ബാലകമംബുജേഷണം അല്ലേ? അതാണ് അത്ഭുതമാണ്. ഭഗവാന്റെ ഈ ഈക്ഷണമുണ്ടല്ലോ, നമ്മെ നോക്കുന്നതായിട്ടുള്ള സംരക്ഷിക്കുന്നതായിട്ടുള്ള ഈ ഭാവം, അത് അത്യത്ഭുതമാണ്. അല്ലാതെ ഭഗവാനെ കണ്ടിട്ട് അവിടെ അത്ഭുതം കാണിച്ചു എന്നല്ല, ഭഗവാൻ ഇങ്ങോട്ട് നോക്കുന്നതിൻ്റെ അത്ഭുതമാണ്. ആര് പറഞ്ഞത്? വസുദേവന് പറഞ്ഞത്. അപ്പോൾ ഈ സംവാദത്തിലൂടെ നാരദനോട് ചോദിക്കണു, എന്താണ് ബ്രഹ്മം? വ്യാസൻ ചോദിക്കുക. വ്യാസനെ അറിയാനിട്ടല്ല, എന്നാലും പറഞ്ഞു കൊടുക്കുക. ശ്രേഷ്ഠത ആർക്കാണ്? മഹാദേവനെ കുറിച്ചാണല്ലോ എല്ലാവരും പറയുന്നത് അല്ലേ? മഹാദേവനെ ശിവപദത്തിലേക്ക് എത്തുക. ഇവിടെ തന്നെ ശൈവരുണ്ടോ? അതേപോലെ വിഷ്ണുവിലേക്ക് എത്തുക. ഇപ്പം നമ്മൾ ബ്രാഹ്മണരൊക്കെ സാധാരണഗതിയിൽ പരിഹാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിലേക്കാണ് നാരായണ പൂജ ചെയ്തുകൊണ്ട് സമർപ്പിക്കുക, ശിവപദത്തിലേക്കല്ല. എങ്കിലും ശിവനെയാണ് ശിവപുരാണം മുഴുവൻ പറയുന്നത്. അതേപോലെ തന്നെ വൈഷ്ണവമാണെങ്കിൽ അത് വിഷ്ണുവിനെയാണ് പറയുന്നത്. ബ്രഹ്മാവിനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ലെങ്കിലും വ്യാസം പറയുകയാണ്, ഈ സൃഷ്ടികർത്താവായിട്ടുള്ള ഭഗവാൻ ഇല്ലാച്ചാൽ ഇപ്പോൾ നമുക്കിങ്ങനെ പറയാൻ കൂടി പറ്റില്ലല്ലോ എന്ന്. എന്താ മനസ്സിലായേ? ബ്രഹ്മാവിന് ബ്രഹ്മപദവിയുണ്ട്. ബ്രഹ്മാവിൻ്റെ ഈ പൂജാ സ്വീകരണ അധികാരം നിഷേധിച്ചത് സൃഷ്ടികർത്താവിന് ഈ എല്ലാവരോടും ഇത് തോന്നിക്കഴിഞ്ഞാൽ പക്ഷഭേദം എന്നൊരു വിഷയമുണ്ട് അല്ലേ? നിങ്ങൾക്ക് സ്വന്തം മക്കളോട് ഒരാളുണ്ടെങ്കിൽ ചോദിച്ചിട്ട് കാര്യമില്ല, 2 മക്കളുണ്ടെങ്കിൽ ചോദിച്ചിട്ട് കാര്യമില്ല. വ്യത്യാസം തോന്നാറുണ്ടോ? തോന്നാറുണ്ട് അല്ലേ? ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്കൊന്നേ ഉള്ളൂ. സ്വഭാവത്തിൽ 2. അപ്പം അതേപോലെ നമ്മെല്ലാം എല്ലാ അർത്ഥത്തിലും ഈ തരേണ്ടത് എന്തോ അത് മുഴുവൻ തരുന്നത് സൂര്യനാണ് എന്നും എല്ലാവരും പറയാറുണ്ട്. സൂര്യനാണോ, ചന്ദ്രനാണോ, ഇന്ദ്രനാണോ, വരുണനാണോ, അഷ്ടദിക്പാലകന്മാരെ സൂചിപ്പിക്കുകയാണ്. അതോ ഇനി ഗണപതിയാണോ ഇതെല്ലാം കൂടി തരുന്നത്? ഗണേശപുരാണം വായിച്ചത് ആരെങ്കിലും? 8 ഗണപതിമാരാണ്, അഷ്ടഗണപതിമാർ. ഗണപതിക്ക് അഷ്ടദ്രവ്യങ്ങളെ കൊണ്ടാണ് ഹോമം അല്ലേ? 8ൻ്റെ കണക്ക് കുറച്ച് അധികമുണ്ട്. വിഷ്ണുവിനും 8ൻ്റെ കണക്കുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ വിഷ്ണുവിൻ്റെ 7ാമത്തെ പടി കഴിഞ്ഞപ്പോഴാണ് 8ാമത്തെ പടിയിൽ എത്തിയാലേ മുക്തി കിട്ടുള്ളൂ, ജയവിജയന്മാർ അവിടുന്നാട് പോകുന്നെന്ന് പറഞ്ഞു. 8ാമത്തേന് കണക്കുണ്ട് അല്ലേ? ഈ ഷഡാധാരം കഴിഞ്ഞ ഒരു ഓറ, സത്യലോകം, ആ ഓറയുടെയും അപ്പുറത്താണ് 8. ആ 8ലേക്കാണ് നാം എത്തേണ്ടത്. മഹാദേവന് 8നാണ് കണക്ക് അല്ലേ? അഷ്ടമി രോഹിണി നോറ്റവരുണ്ടോ? എന്താ ഇല്ല. അഷ്ടമിക്ക് ശിവനല്ലേ പ്രധാനം? ആണ്. അഷ്ടമി രോഹിണിയല്ലേ നമ്മൾ ഭഗവാന്റെ അവതാരത്തിന് കണക്കാക്കാറ് അല്ലേ? രോഹിണി ബ്രഹ്മാവിൻ്റെയും അഷ്ടമി ശിവൻ്റെയാണ്. ഭഗവാന് അഷ്ടമിക്ക് പ്രധാനം. എല്ലാവർക്കും ഉണ്ട് ഈ 8ൻ്റെ കണക്ക്. അപ്പോൾ മഹാദേവൻ്റെ ഈ അംശമായിട്ടുള്ള ഗണപതിയും 8ൻ്റെ അതിൽ കുറച്ചധികം പ്രാധാന്യം നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ അതാണോ ശരി? പിന്നെ പറഞ്ഞത് അമ്മയെക്കുറിച്ചാണ്. അമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ കുറച്ചധികം വാചാലമായി. നിത്യ പ്രകൃതി പുരുഷാനുഗ പൂർണ്ണ ആദിമായ മഹാശക്തി, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന അമ്മ, ബ്രഹ്മം തന്നെയായിട്ടുള്ള അമ്മ, നിർഗുണ, ആദ്യന്തമില്ല, സഗുണയാണ്, നിർഗുണയാണ്, സകല ലോകേശ്വരിയാണ്, ശൈവി വൈഷ്ണവി ബ്രാഹ്മി മാഹേശ്വരി തുടങ്ങി ആ സപ്തമാതൃഭാവങ്ങൾ. അതേപോലെ ബ്രഹ്മാവസ്ഥയിലുള്ള നിരഞ്ജന നിരാകാരം എന്ന ലേപം, പരം വ്യാപകം ബ്രഹ്മം എന്നെല്ലാം അമ്മയെ. ഇങ്ങനെ ഈ 9 തരത്തിൽപ്പെട്ടതായിട്ടുള്ള 9 ഗണം എന്നുള്ള നിലയ്ക്ക് പറയണു. വിരാട്ട് അല്ലേ? വിരാട്ട എന്നുള്ളത് എന്താ? വിരാട്ട എന്നുള്ളത് ഇതിന് താത്വികമായിട്ടൊരു ഗണന പറഞ്ഞിട്ടുണ്ട്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളും മായയും പുസ്തകത്തിലിരിക്കുന്ന വിദ്യ കൊണ്ട് ഒരു ഗുണമില്ല, മസ്തകത്തിലിരിക്കുന്ന വിദ്യ കൊണ്ടേ ഗുണമാണ്. മായ, മഹത്ത്, അഹം, സൂത്രാത്മാവ്, തന്മാത്ര, 9 ഘടകങ്ങളാണ്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ 5 നമുക്ക് ഈ സ്വാർത്ഥത്തിനായാലും തിന്മയ്ക്കായാലും നന്മയ്ക്കായാലും ഒക്കെ കിട്ടാൻ.
ഈ 5 പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളാണ്, വിഷയങ്ങൾ. അല്ലേ? ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാം. അത് മഹത്തത്വം, അഹംതത്വം, സൂത്രാത്മാവ്, ഇത് മുഴുവൻ മായയാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു. ഇതാണ് വിരാട്. നമ്മൾ വിരാട്ടിനെ എങ്ങനെയാ കാണാറോ? നടുക്കില് ഏത് ദേവതയാച്ചാൽ ആ ദേവതയുടെ മുഖം, പിന്നെ അപ്പുറത്ത് ശിവൻ, ഇപ്പുറത്ത് വിഷ്ണു, ഇപ്പുറത്ത് ഹനുമാൻ, അപ്പുറത്ത് ഗണപതി. അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വിരാട്ടിനെ കാണാറോ? ഇപ്പൊ വിരാട്ട് എന്നുള്ള തത്വം ഈ 9 തത്വങ്ങളെ കുറിച്ചാണ്. ആ തത്വങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നിശ്ചയിക്കാനുള്ള കാരണമെന്ത്? സംശയം തീർത്തു തന്നാലും സമർത്ഥൻ നീ മഹാമുനെ. വ്യാസൻ നാരദനോട് പറയാ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മതി എന്ന് തോന്നുമ്പോൾ ഒന്ന് കൈ ഉയർത്തുക, ഞാൻ നിർത്താം. അപ്പോൾ ജനമേജയൻ്റെ ഈ ചോദ്യങ്ങൾ, അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നാരദൻ ഓരോന്നിൻ്റെ ആയിട്ട് പറയണം. എല്ലാറ്റിലും മീതെ അമ്മ തന്നെയാണ്. അത് പറയണേൻ്റെ ആമുഖമായിട്ട് ആദ്യമേ തന്നെ ഈ വിഷ്ണുവിനെയും രുദ്രനെയും എല്ലാവരെയും ഒന്ന് സ്മരിക്കണു. അവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടി അമ്മയുടെ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നു. ഞാൻ തന്നെ എനിക്ക് സംശയം വന്നു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിനോടാണ് ചോദിച്ചത്. എൻ്റെ അച്ഛൻ ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിനോട് ചോദിച്ചു, അച്ഛൻ എന്തിനാ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ട? അച്ഛനല്ലേ സൃഷ്ടികർത്താവ് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഞാനല്ല, ഞാൻ ഈ ടോർച്ചടിച്ചു കഴിഞ്ഞാൽ ഇത് കാണണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഭഗവാനാൽ ആദ്യമേ തന്നെ സൃഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ അമ്മയാൽ ആദ്യമേ തന്നെ സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു അങ്കുരം പുതിയതായിട്ട് മുളയ്ക്കുന്നുണ്ടെങ്കിൽ അത് എന്നാൽ ഉണ്ടായതല്ല, ഉണ്ടാക്കി തന്നതിനെ ഞാൻ കാണിച്ചു തരുകയാണ്. ഇങ്ങനെ ബ്രഹ്മാവ് എന്നോട് പറഞ്ഞു. അത് വിഷ്ണുവിനെയാണ് ഉദ്ദേശിച്ചത്. വിഷ്ണു പറയണത് എനിക്ക് ഈ ശക്തി തന്നത് അമ്മയാണ്. ഞാൻ ആ അമ്മയെ അനുസരിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ നിർദ്ദേശങ്ങളെ പാലിക്കുക, ഇതല്ലാതെ കണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. തപസ് ചെയ്യുക. ഇനി ഒരു അധ്യായത്തിൽ ഒരു ഭാഗം മുഴുവൻ ഇന്ന ദേവി, ഇന്ന ദേവത, ഇന്ന ഭക്തൻ ഇത്ര കാലം തപസ് ചെയ്തിട്ടാണ് ആ പദവിയിലേക്ക് എത്തിയത് എന്ന് പറയുന്നത്. തപസ്സിൻ്റെ മഹാത്മ്യം പറയാൻ വേണ്ടിയിട്ട് ഒരു അധ്യായത്തിൻ്റെ 3/4 ഭാഗവും അതാണ് പറയുന്നത്. ലക്ഷ്മി ലക്ഷ്മിയായത്, വിഷ്ണു വിഷ്ണുവായത്, രുദ്രൻ രുദ്രനായത്, ഇങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെ തപസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? സൃഷ്ടിക്കാനുള്ള കഴിവ് ബ്രഹ്മാവെ അങ്ങയ്ക്ക് കിട്ടിയത്, പാലിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയത്. അതല്ലെങ്കിൽ ഈ മധുകൈടവന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എന്നെ ആശ്രയിച്ചപ്പോൾ എനിക്ക് തരാനില്ലല്ലോ. അമ്മയെ ഭദ്രകാളിയെ സ്തുതിച്ചുകൊണ്ടല്ലേ അങ്ങക്ക് എന്നാൽ ആ വധം സാധിച്ചത്? ഉത്തരം ബ്രഹ്മാവിനോട് പറയാൻ വേണ്ടി പറയണം. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ നിസ്സഹായത, വിഷ്ണുവിൻ്റെ ഈ അവസ്ഥാവിശേഷം നല്ലോണം മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ അന്ന് പോയില്ലേ, എവിടേക്കാണ് പോയത്? ആകാശഗമനം ചെയ്തു. എന്നിട്ടോ ആ സമയത്ത് പ്രത്യേകമായിട്ടുള്ളൊരു സ്തുതിയാണ്. വിഷ്ണുവും സ്തുതിക്കുന്നുണ്ട്, ബ്രഹ്മാവും സ്തുതിക്കുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ സ്തുതി നമ്മൾ വായിച്ചു ഇല്ലേ? ഇനി വിഷ്ണുവിൻ്റെ സ്തുതി കണ്ടതിൻ്റെ ശേഷമാണ്. ദേഹം വിട്ടുടൻ ദേവി വാനിൽ പോയി നിന്നിത ശിവ ശരിക്ക് ഉടൽ ധരിച്ചോളായി ദിവ്യഭൂഷണയുക്തയായി. സാധാരണഗതിയിൽ അമ്മയ്ക്ക് ദേഹമുണ്ടോ? ഇല്ല, അമ്മ ദേഹിയാണ്. ഇങ്ങനെയത് വിരാട് രൂപിണിയാണ് അമ്മ. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുമെന്നറിയില്ല. അമ്മയ്ക്ക് മാത്രമേ ദേഹമുള്ളൂ. വിഷ്ണുവിന് ദേഹമില്ല, ശിവന് ദേഹമില്ല. അമ്മയുടേതായിട്ടുള്ള ഈ ദേഹം കടം കൊണ്ടുപോയെന്നേ ഉള്ളൂ. വിഷ്ണു എന്നുള്ളത് വിശദീതി വിഷ്ണു എന്നാണല്ലോ നമ്മൾ പറയാറ്. പ്രഭൂതേ അംബാം കരോതീതി അംബിക. എല്ലാവർക്കും അംബ എന്നതിൻ്റെ അർത്ഥം എന്താ? സ്തന്യം കൊടുക്കുക, ദുഗ്ധം കൊടുക്കുക. അമ്മയാവണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ എന്താ പറയാറ്? ഇത്തിരി മല കൊടുത്താലാ സുഖാവ് അല്ലേ? പ്രഭൂതേ അംബാം കരോതി. പിന്നെ അമ്മയ്ക്ക് എന്താ പ്രത്യേകത? തള്ളക്കുഞ്ഞുങ്ങൾ, അതായത് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കില്ലേ, അതേപോലെ സംരക്ഷിക്കും സാധാരണഗതിയിൽ അല്ലേ? പറ്റണ വരെ. എന്തിനാണ് യശോദയെ കറങ്ങുന്നത്? എന്തിനാണത്? തൃണാവർത്തം കൊണ്ടുപോയി അവിടെ കിടത്തിയിട്ടാണ് പോയതേ. തൃണാവർത്തം കൊണ്ടുപോയതേ ഇല്ലേ?
വണ്ടിയുടെ അടിക്കൊണ്ട് വെച്ചു, വണ്ടി കയറി. ഇങ്ങനെയായിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ല അല്ലേ? ഏതോ ഒരു സ്ത്രീ എവിടുന്ന വന്ന് മലോടത്തോട്ടേ പറഞ്ഞു. എന്തേ മനസ്സിലായേ? പാടുമോ? അശ്രദ്ധ അല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും വരാൻ പാടില്ല. പ്രഭൂതെ അമ്പാൻ കരോതി, അത് വേണം. അതാണ് മാതൃഭാവം. യശോദയ്ക്ക് പോലും അത് പറ്റിച്ചാൽ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. അതാ പ്രഭൂതെ ശിവമാർഗം ദ്രക്ഷ്യതി ഇതി ശിവ. മംഗളമാർഗത്തെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഭാവമാണ് മഹാദേവന്റെ. പ്രഭൂതെ വിശദി ഇതി വിഷ്ണു. ഇതാണ് ഭാവം. ശൈവ വൈഷ്ണവ ശാക്തേയമായിട്ടുള്ള 3 ഭാവം. അപ്പം ഈ 3 ഭാവം എനിക്ക് തന്നത്, നമുക്ക് 3 പേർക്കും തന്നത് ആരാണ്? ഈ അമ്മയിൽ നിന്നുമാണ്. അങ്ങനെയുള്ള ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ടല്ലേ 5000 വർഷം എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നത്. ആ അമ്മയെ നമുക്ക് ശക്തി സ്രോതസ്സായി, അമ്മയാൽ നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള വെറും ബാല്യക്കാർ മാത്രം, ജോലിക്കാർ മാത്രമാണ് നമ്മൾ എന്ന് അന്ന് എന്നോട് പറഞ്ഞു കേട്ടോ, എന്ന് വിഷ്ണു എന്നോട് പറഞ്ഞു കേട്ടോ എന്ന് ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു. അതിന് ശേഷമാണ് അവിടെ നിന്ന് നാരദ, ഞങ്ങൾക്ക് ഈ സംശയമുണ്ടായി കഴിഞ്ഞപ്പോഴാണ് അവിടെ അമ്മ തന്നെ ഒരു വിമാനം കൊണ്ടുവന്നത്. വിമാനത്തിൽ കയറി ഞങ്ങൾ ആ സ്ഥലത്ത് നിന്നും മുകളിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് കണ്ട കാഴ്ചകൾ, മനോവേഗത്തിലാണ് യാത്രയുണ്ടായത്. മനോവേഗം, കാരുണ്യവേഗം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട് ഇല്ലേ? മനോവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ പോകാൻ ഒരു പ്രയാസമില്ല. എൻ്റെ വീടിൻ്റെ ഏത് മൂലയ്ക്കലായാലും എനിക്ക് എത്താൻ ഒരു പ്രയാസമില്ല അല്ലേ? ചന്ദ്രനിൽ ചെല്ലാം, സൂര്യനിൽ ചെല്ലാം, അഗ്നിയിൽ ചെല്ലാം, ചൂടില്ല, തണുപ്പില്ല, യാതൊന്നുമില്ല. അത് പോരാതെ കണ്ട് ഭഗവാൻ വിഷ്ണു ഒരാളെ അനുഗ്രഹിക്കേണ്ടത് അതാരറിയോ? മനോവേഗം പോരാഞ്ഞിട്ടേ മറ്റൊരു വേഗത്തിൽ ചെന്നിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്, അറിയോ? ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷത്തിൽ ലക്ഷ്മിയും വിഷ്ണുവും കൂടിയിട്ടാണ് ഗരുഡൻ്റെ പുറത്ത് കയറിയത്. ചായ ചൂടാറ്റായിരുന്നു ലക്ഷ്മി. അപ്പം അതുകൊണ്ട് ചൂടാറിയിട്ടേ കുടിച്ചില്ല, കാരണം കയറാൻ വൈകിയതാണ്. നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് അത് പറയണമെന്നില്ല. ഇവിടെ എത്തിയപ്പോഴേക്കും എന്തായി? സിങ്കിങ് ആണ്. മരിച്ചു കഴിഞ്ഞിട്ട് മുക്തി കൊടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ബിഫോർ ഡെത്ത് ആണ്. ആ സമയത്ത് കൊടുത്താലാണ് മുക്തി കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് വേഗം കുറഞ്ഞു. വേഗം കുറഞ്ഞപ്പോൾ വിഷ്ണു ഗരുഡൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി അല്ലേ, ഇടത്തെ കൈ കൊണ്ട് പൊന്തിച്ചു, വലത്തെ കൈയിലെ ചക്രം കൊണ്ട് കൊടുത്തു. മനോവേഗവും കാരുണ്യവേഗവും തമ്മിലുള്ള വ്യത്യാസം. ഇനി മറ്റൊരു വേഗമുണ്ട്, ശബ്ദവേഗം. ശബ്ദവേഗം ആരുടെയാ? ശബ്ദവേഗം ഗരുഡൻ്റേതാണ് ശബ്ദവേഗം. അപ്പോൾ ഗരുഡൻ്റെ വേഗം പോരാ, അത് ഉറപ്പായില്ലേ? മനോവേഗം പോരാ, ഉറപ്പായില്ലേ? കാരുണ്യവേഗം വേണം. ഇങ്ങനെ മനോവേഗത്തിലാണ് ഈ ആകാശഗമനം ഞങ്ങൾ അന്ന് നടത്തിയത്. പോകുന്ന വഴിക്ക് 33 കോടി ദേവകളെയും കണ്ടു എന്നാണ്. ആരൊക്കെ 33 കോടി ദേവകൾ? 4 ഗണങ്ങളായിട്ട് പറയണു. 12 ആദിത്യന്മാർ, 11 രുദ്രന്മാർ, 8 വസുക്കൾ, പിന്നെ ഇന്ദ്രനും പ്രജാപതി. ഇങ്ങനെയാണ് 33 കോടി. കൃത്യം 6 മണിക്ക് നിർത്തണം. അങ്ങനെ പോകുന്ന വഴിക്ക് ഊർധ്വലോക ഗമനമാണല്ലോ ഉണ്ടായത്. അപ്പോൾ ആദ്യം എവിടെ ഉണ്ടാവുക? അന്തരീക്ഷം, ദ്യോ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗം, സ്വർഗം കഴിഞ്ഞാൽ മഹർലോകം, മഹർലോകം കഴിഞ്ഞാൽ ജനലോകം, ജനലോകം കഴിഞ്ഞാൽ തപോലോകം, തപോലോകം കഴിഞ്ഞാൽ സത്യലോകം. ഇങ്ങനെ ക്രമേണയായിട്ടാണ് മുകളിലേക്ക് പോയത്. അതാത് സ്ഥലങ്ങളിൽ അതാത് ഭാവങ്ങളിലുള്ള ഓരോരുത്തരെയും ഞങ്ങൾ കണ്ടു. ഇന്ദ്രൻ വേറെ ഇന്ദ്രനെ കണ്ടു, വേറെ സ്വർഗം കണ്ടു. വിഷ്ണുവിനെ വേറെ വിഷ്ണു കണ്ടു, ബ്രഹ്മാവിനെ വേറെ ബ്രഹ്മാവിനെ കണ്ടു, ശിവനെ വേറെ ശിവനെ കണ്ടു. ഇതൊക്കെ എന്താ നിങ്ങളൊക്കെ അറിയോ ചോദിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് യാത്ര തന്നെ. ഇനിയോ കവാടത്തിലെത്തി. കവാടത്തിലെത്തി കഴിഞ്ഞപ്പോഴോ ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല. അവിടെ സ്ത്രീകളാണ് പാറാവുകാർ, തടുക്കുകയാണ്. ഗർഗഭാഗവതത്തിലൊരു കഥയുണ്ട്. അതായത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഗോലോകത്തിലേക്കാണ് ചെന്നു. ഗോലോകത്തിലേക്ക് ചെന്നപ്പോൾ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഗോപൻ ഒരു ചൂരലൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഒരു ഇവിടെ പുറത്ത് നിന്നു ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരണേ ചോദിച്ചു. ഞങ്ങൾ ബ്രഹ്മാണ്ടം നിന്ന്. അല്ല, ഏത് ബ്രഹ്മാണ്ടം? അപ്പോൾ വിഷ്ണുവിന് പോലും അറിയില്ല അത്ര വേറെ ബ്രഹ്മാണ്ടം എന്നുണ്ട്. അപ്പോൾ വിഷ്ണു ഗോലോകത്തിലെ കൃഷ്ണല്ലേ പറഞ്ഞു,
പണ്ട് അവിടെ ഒരു വാമനൻ ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ 3 കാലം കൊണ്ട് ഇങ്ങനെ ത്രിവിക്രമമായിട്ട് അളന്നിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ വരണേ പറഞ്ഞു ഓർമ്മ വന്നപ്പോൾ. എന്നാൽ അതുകൊണ്ട് ആദ്യം പറയണ്ടേ, ത്രിവിക്രമ ബ്രഹ്മാണ്ടം. നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ പേരെന്താ? ത്രിവിക്രമ ബ്രഹ്മാണ്ടം. നമ്മൾ ആ ബ്രഹ്മാണ്ടത്തിലാണ്. സ്വന്തം ബ്രഹ്മാണ്ടത്തിൻ്റെ പേര് അറിയാതിരിക്കരുത് കേട്ടോ. ഈ വാമനൻ മറ്റേ തൃശ്ശൂർ കടന്നിട്ട് കുംഭയും കുലുക്കി, അതല്ല. കുലിക്കളി. മഹാദേവൻ ഭക്തനായിട്ടും മഹാവിഷ്ണു ഈശ്വരനായിട്ടും ഭാവിക്കുന്നതായിട്ടുള്ള ഭാവമാണ് ഈ ബലി വാമന ചരിത്രം, അല്ലേ? ആ ത്രിവിക്രമനായിട്ട് ഈ ബ്രഹ്മാണ്ടത്തെ അറിയിച്ചു ഭഗവാൻ വിഷ്ണു വാമന രൂപത്തിൽ വന്നിട്ട്. ആ ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വിഷ്ണു പറയാണ്, ഞങ്ങൾ അമ്മയെ കാണുവാനാണ് ഇവിടെ വന്നത്. അമ്മയെ കാണുന്ന വെച്ചാൽ അനുവാദം വാങ്ങണം, ഞാൻ അനുവാദം ചോദിച്ചു വരാമെന്ന് പറഞ്ഞു. അനുവാദം വാങ്ങിയിട്ട് തിരിച്ചു വന്നു. നിങ്ങൾ 3 പേരും കടക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് സ്ത്രീകളാവാൻ പറഞ്ഞത്. 3 പേര് സ്ത്രീകളായി അകത്തേക്ക് കടന്നു. പ്രവേശനം കിട്ടി. കണ്ടപ്പോൾ ഓരോരോ കാഴ്ചകൾ പ്രത്യേകമായിട്ട് കണ്ടു എന്ന് എഴുതി. പിന്നീട് അനവധി ലോകങ്ങളുണ്ട് കേട്ടോ. ഈ ഓരോ ലോകത്തും ഓരോരോ 32 ശക്തി, 8 ശക്തി, 64 ശക്തി, അല്ലേ? പലതുണ്ട്. മണിദീപം വായിച്ചിട്ടുണ്ടാവും വിചാരിക്കും. പിന്നെ 18 കോട്ടകൾ. 18 കോട്ടകൾ ഇരുമ്പ്, ഓട, ചെമ്പ്, കാരിയം, പിച്ചള, പഞ്ചലോഹം, വെള്ളി, തങ്കം, പുഷ്യരാഗം, പത്മരാഗം, ഗോമേതകം, വജ്രം, വൈഡൂര്യം, ഇന്ദ്രനീലം, മുത്ത്, മരതകം, പവിഴം, പിന്നെ നവരത്നം എന്ന 18ാമത്തെ കോട്ട. അത് കഴിഞ്ഞ് സൂര്യകാന്തം, ചന്ദ്രകാന്തം, മിന്നൽ, 1000 മണ്ഡപങ്ങൾ 4. അതിൽ 4 ശൃംഗാരമണ്ഡപം, മുക്തി മണ്ഡപം, ജ്ഞാനമണ്ഡപം, ഏകാന്ത മണ്ഡപം എന്ന് 4. 10 പടി സോപാനങ്ങൾ, കയറി പോകാനുള്ള സ്റ്റെപ്സ് 10 പടി. അതിൽ ദ്വിത്വത്തോട് കൂടിയിട്ട് ശിവപാർവതിമാരായിട്ട് ആ ദേവീ ദർശനത്തെ കൊടുത്തു. അപ്പം ഇങ്ങനെ ഈ കണ്ടതായിട്ടുള്ള ആ രൂപത്തെ എങ്ങനെ വർണ്ണിക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഹൃല്ലേഖേ ലോകനാഥേ എന്നുള്ള നാമജപങ്ങളാൽ സ്തുതിക്കും തോഴിമാർ ചുറ്റുമിരിക്കും ഭുവനേശ്വരി. ഭുവനേശ്വരി പ്രതിഷ്ഠയുള്ള വീടുകൾ ഉണ്ട് അവിടെയൊക്കെ. തറവാട്ട് വളപ്പിലുണ്ട്, ഉണ്ടാവേ. ആരാ ഭുവനേശ്വരി? പുദ്യദിനദിമിന്ദു കിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖീം വരദാങ്കുശപാശാഭീതികരാം പ്രഭജേ ഭുവനേശീം. ഉദിച്ചു വരുന്ന സൂര്യൻ്റെ നിറത്തിലുള്ള ശോഭയോട് കൂടിയ അമ്മ. ചന്ദ്രക്കല പോലെയുള്ള കിരീടങ്ങളൊക്കെ, അതേപോലെ 3 കണ്ണുകളുള്ള ഈ പർവ്വതസ്തന മണ്ഡിത, അല്ലേ? അങ്ങനെയുള്ള തുംഗകുജം, ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ട് വരാഭയങ്ങൾ, അതേപോലെ അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി, കയറ്, തോട്ടിയും കയറും, പിന്നെ വലത് ആഭയങ്ങൾ. തോട്ടിയും കയറും എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും അറിയാം. മതിച്ചാനെ തോട്ടി കൊണ്ട്. ആരാ മതിച്ചാന? മനസ്സാണ്, അല്ലേ? കയറെന്തിനാ? കീലക അർഗള, അല്ലേ? കീലക അർഗളം കേട്ടിട്ടില്ലേ? സാക്ഷിയിടുക, ഒരു കുറ്റിയടിച്ചിട്ട് കെട്ടിയിടുക, അതാണ് കീലകാർഗളം. ഞാൻ ദേവി മഹാത്മ്യം വായിക്കാറുണ്ട്. എന്നാൽ പുസ്തകം അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വായിച്ചില്ല എന്ന് മാത്രമേ. മലയാളം വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ സമയം വെറുതെ പോയിട്ടോ. നമ്മൾ ഗ്യാപ്പിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ വരദ, അങ്കുശ, പാശം, അതേപോലെ തന്നെ അഭയം. ഇങ്ങനെ എപ്പോഴും ഞാൻ അമ്മയെ ഭജിക്കുന്നു. ആരാണ്? ഭുവനേശ്വരി. ഈ ഭുവനേശ്വരി സങ്കല്പത്തിലാണ് അവിടെ കണ്ടത്. അവളാണ് ആ ഭഗവതി. നമുക്കൊക്കെയും ആശ്രയം മഹാവിദ്യ മഹാമായ പൂർണ്ണപ്രകൃതി ശാശ്വതി. വിഷ്ണു ഒന്നും കൂടി ഉറപ്പിച്ച് പറഞ്ഞു. എന്താ ഉറപ്പിച്ച് പറഞ്ഞത്? ഊന്നി പറയാം. ഉറപ്പിച്ച് പറയാച്ചാൽ ഊന്നി പറയാം. ഭാഗ്യം കേട്ടോർക്ക് പൂജിക്കാൻ കിട്ടാത്തോൾ ഭുവനേശ്വരി. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ആ ഭഗവതിയെ കാണേണ്ടത് സർവശക്തിമയായിട്ടുള്ള ബ്രഹ്മവിഷ്ണു ശിവാത്മകയായിട്ടുള്ള പ്രേതാസനസ്ഥയായിട്ടുള്ള ആ അമ്മയെ ഇങ്ങനെയാണ് ഈ രൂപം എന്ന്
വസിഷ്ഠൻ്റെ മകനായിട്ടുള്ള ശക്തി ആണ് കണ്ടുപിടിച്ചത്. ശക്തിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? വസിഷ്ഠൻ്റെ മകനായിട്ടുള്ള ശക്തി, അദ്ദേഹത്തിന് അല്പായുസ് ഉണ്ടായിട്ടില്ല, കുറച്ച് കാലം ഉണ്ടായിരുന്നു. ആ ശക്തി കണ്ടുപിടിച്ചു അമ്മയുടെ ഈ പീഠസങ്കല്പത്തെ. അതേപോലെ ഭുവനേശ്വരിയായിട്ടുള്ള ദേവതയെ ഗായത്രി കൊണ്ട് സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഗായത്രി കൊണ്ട് നമുക്ക് എന്തൊക്കെ, ഒരു അധ്യായം മുഴുവനെ ഗായത്രി കൊണ്ട് ഉപാസന വിധി, അത് ഹോമിച്ചാൽ ഇത് കിട്ടും, മറ്റത് ഹോമിച്ചാൽ ഇത് കിട്ടും, അർച്ചിച്ചാൽ അത് കിട്ടും. വെറുതെ നാമം ജപിച്ചാൽ, ഗായത്രി ജപിച്ചിന് പ്രദക്ഷിണം വയ്ക്കുക, അല്ലെങ്കിൽ കുളിക്കുക, വെള്ളം, പലതും ഉണ്ട്. എന്ത് ചെയ്താലും പല പല ഫലങ്ങൾ കിട്ടും. എന്തുദ്ദേശിച്ചാൽ അതുകൊണ്ട് അത് കിട്ടും. അങ്ങനെയുള്ള ഈ മന്ത്രത്തെ കണ്ടുപിടിച്ചതാരാണ്? ശക്തി ഋഷി. സുഭഗായ വിദ്മഹേ കാമദായിന്യേ ധീമഹേ തന്നോ ഭുവനേശ്വരി പ്രചോദയാൽ. ഗായത്രിയാണ്. എന്ത് ആഗ്രഹിച്ചാലും കാമദായിനിയായിട്ടുള്ള ആ ഭുവനേശ്വരി, അല്ല ഇതിന് മുഴുവനെയും ആ ഭുവനേശ്വരി സുഭഗായേ. നേരത്തെ പറഞ്ഞു സൗ അല്ലേ? സൗന്ദര്യം പറഞ്ഞില്ലേ? അനുഭവിക്കാൻ കിട്ടിയിട്ട് കാര്യമില്ല, കിട്ടിയത് അനുഭവിക്കണ്ടേ? ആ ഭാഗ്യം, ഭഗവത് അനുഗ്രഹമാണ് ഭാഗ്യം. ഭാഗ്യസൂക്ത ആരെങ്കിലും ശീത്താക്കാറുണ്ടോ? ഇവിടേക്ക് കിട്ടാറില്ല കേട്ടോ. 50 ഉറുപ്പ്യാണ് കേട്ടോ ഭാഗ്യസൂക്തത്തിന്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ആ ശ്രീകൃഷ്ണൻ തൻ്റെ വിഷ്ണു ആലിലകൃഷ്ണൻ്റെ രൂപത്തെ ഒന്ന് സ്മരിച്ചു. അന്ന് എനിക്ക് ദർശനം തന്നത് ഈ ലക്ഷ്മിയാണ്, ഈ അശരീരിയാണ് ഞാൻ അന്ന് കേട്ടത്. ഈ മഹാർണവത്തിൽ ഞാൻ കൊച്ചു കുഞ്ഞായി വാണോ ഒരു വേളയിൽ എന്നെ ലാളിപ്പതായി കണ്ടേൻ നൂനം ഈ വരനാരിയെ. എല്ലാവരാലും ഭരിക്കപ്പെടുന്നതായിട്ടുള്ള ഈ ഭുവനേശ്വരിയെ നമുക്ക് ആർക്കെങ്കിലും കരച്ചിൽ വരുന്നുണ്ടോ? ഇത് ഉള്ളിൽ തട്ടിയിട്ട് പറയുമ്പോൾ, അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഐശ്വര്യം നമുക്ക് കാണാൻ സാധിക്കണം. ആരാ പറയണത്? വിഷ്ണുവാണ് പറയണത്. ആ വിഷ്ണുവിന് പോലും ഇങ്ങനെയാണെങ്കിൽ ഞാനന്ന് ആ വടപത്രത്തിനുറപ്പേറിന തൊട്ടിലിൽ പൊൽത്താർ മുഖത്തിൽ എൻ കയ്യാൽ പാദാങ്കുഷ്ടമണച്ചുമേ കടിച്ചും കുടിച്ചും നക്കിയും ബാലചേഷ്ടയോരോന്നും കാട്ടിയും പൊടിക്കുഞ്ഞായി കോമളനായി കളിച്ചും കൊണ്ടിരിക്കവേ പാടിക്കൊണ്ടും തൊട്ടിലാട്ടിക്കൊണ്ടും നിന്നവളാണിവൾ ഈ ഭുവനേശ്വരി എനിക്കെന്നോർമ്മയുണ്ടായതിന്നും കണ്ടോരു മാത്രയിൽ. എപ്പോഴും നമുക്ക് എന്താ വേണ്ടത്? സ്മരണയാണ് വേണ്ടത്. ചൊന്നേൻ അനുഭവം ഞാൻ നിങ്ങൾക്കും ഈ അനുഭൂതി കിട്ടുവാൻ. അങ്ങനെയുള്ള ആ അമ്മയെ വിഷ്ണു നന്നായിട്ട് തന്നെ സ്തുതിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാ താളവാദ്യ ഘോഷത്തോടും കൂടിയിട്ട് തന്നെ എല്ലാവരും എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഈ പ്രപഞ്ചത്തിലെ ആ രൂപത്തെ തന്നെ അവിടെ കാണുക. വിരാട്ടായിട്ടാണല്ലോ കണ്ടത്, അപ്പോൾ അതിൽ ദ്വിത്വത്തിലാണല്ലോ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിലാണ് എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ ദേവതകൾ മുഴുവൻ, ഇപ്പോൾ നമ്മുടെ വേദങ്ങളാണെന്ന് വെച്ചാൽ അവർ ശ്രീരൂപം സ്വീകരിച്ചിട്ട് അവിടെയുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ശബ്ദം പ്രത്യേകമായിട്ട് കേട്ടു. പ്രാർത്ഥിക്കൂ നിൻ കഴൽ പണിഞ്ഞിവൻ എന്നുമേവം രൂപം ത്വദീയം അകതാരിൽ വിളങ്ങിടട്ടെ. നിന്നാമെന്നും ഉരിയാടുവരായി വരട്ടെ, കാണായി വരട്ടെ സതതം തവ ചെറുപടിത്താൽ എന്ന് അമ്മയുടെ തൃക്കാൽക്കൽ നമസ്കരിക്കാൻ എനിക്ക് കഴിയണം. അമ്മയുടെ പാദഭക്തിയാണ് എനിക്ക് വേണ്ടത്. പാദഭക്തി, പാദതീർത്ഥം, പാദധൂളി, പാദഭക്തന്മാര്. ഈ 4 നമ്മളെപ്പോഴും സ്മരിക്കാറുണ്ടോ? ഈ ബുദ്ധി ഇങ്ങനെ വിടർന്നു വളർന്നിടട്ടെ മാതാവും ആ മകനുമെന്ന കണക്കു ദേവി. അമ്മയെ ഇങ്ങനെ വേണം ഓർക്കുവാനായിട്ട്. മോക്ഷാർത്ഥമാണ് വിരചിച്ചത് താൻ പ്രപഞ്ചം. ആ ജീവനായവേ നിൽപ്പതു സർവമോർത്താൽ ആദ്യന്തമറ്റ ഘനചിന്മയ വസ്തുവിൻ നാനാംശങ്ങളല്ലി കടലിൽ തിരയുന്ന വണ്ണം. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള അമ്മയെ
സ്തുതിച്ച് സന്തോഷിപ്പിച്ച് പറയുകയാണ് വിഷ്ണു. ഈ മോഹപൂർണ്ണ വിഷയാർത്ഥയിൽ നിന്നുവെന്നെ കാത്തിടുവാൻ ഭവതിയെ ശരണം ഗമിപ്പൂ. രാഗാതിദൂഷിതമസത്യം അനന്തദുഃഖമാമന്ത്യകാലം അവിടുന്ന് അവലംബമമ്മേ. ഒടുവിലത്തെ ഒരു റീപ്പുണ്ടല്ലോ, ആ സമയത്ത് അമ്മയൊന്ന് കാണണം. ആർക്ക് വേണ്ടിയിട്ടാണ്? വിഷ്ണുവിന് വേണ്ടിയിട്ടാണോ? അല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. തൊഴാം ദേവി മഹാവിദ്യേ നിൻ കഴൽത്താൽ പണിഞ്ഞിടാം, ജ്ഞാനത്തിൻ തൂവെളിച്ചമ്മേ നൽക സർവാർത്ഥദേ ശിവേ. നമോ ദേവി മഹാവിദ്യേ നമാമി ചരണൗ തവ സദാ ജ്ഞാനപ്രകാശം മേ ദേഹി സർവാർത്ഥദേ ശിവേ. ആ വിഷ്ണുവിൻ്റെ സ്തുതി കേട്ടതോട് കൂടിയിട്ട് എല്ലാവരും ഒരേപോലെ തന്നെ ഭക്തിഭാവത്തിൽ എത്തിച്ചേർന്നു. പിന്നീട് വിഷ്ണുവും ഇന്ദ്രനും അതേപോലെ ബ്രഹ്മാവും ഇങ്ങനെയില്ല, ഓരോരുത്തരും പ്രത്യേകമായിട്ട് നന്നായിട്ട് തന്നെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരേപോലെ തന്നെ അനുജ്ഞ കൊടുത്തുകൊണ്ട്, എന്ന് വെച്ചാൽ ആജ്ഞ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ട് അവരവരുടെ ഡ്യൂട്ടികളെ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചയക്കുന്നു. അങ്ങനെയുള്ള ദേവിയെ നമുക്ക് ഈ 2 അധ്യായം കൊണ്ട് കാണാം. സർവത്ര ശ്രീമദ് ദേവി നാമ സങ്കീർത്തനം ശ്രീ